ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരിയബിൾസിനെ കുറിച്ചാണ്. വേരിയബിൾസ് എന്ന് പറയുന്നത് ഒരു ഐഡന്റിഫയർ തന്നെയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കോൺസ്റ്റൻസ് എന്താണെന്നും കൂടി നോക്കും. നമ്മൾ ഐഡന്റിഫയർ എന്താണെന്ന് പഠിച്ചു. ഒരു മീനിങ് ഫുൾ നെയിമിനെയാണ് നമ്മൾ ഐഡന്റിഫയർ എന്ന് പറയുന്നത്. എന്താ ഒരു മീനിങ് ഫുൾ നെയിം? അത് ഡേറ്റ കോണ്ടെക്സ്റ്റിൽ മീനിങ് ഫുൾ നെയിം എന്ന് പറയുന്നത് ഡേറ്റയ്ക്കുള്ള നല്ലൊരു പേര്. ഇത് ഡേറ്റ കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല ഐഡന്റിഫയർ ഉപയോഗിക്കുന്നത്, ഫങ്ഷൻസിനും മോഡ്യൂൾസിനും ക്ലാസ്സസിലും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇതിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് ഡേറ്റ കോണ്ടെക്സ്റ്റിലുള്ള ഐഡന്റിഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്: വേരിയബിൾസും കോൺസ്റ്റൻസും. വേരിയിങ് ആയിട്ടുള്ളൊരു ഡേറ്റയാണ് നമ്മൾ വേരിയബിൾ എന്ന് വിളിക്കുന്നത്. നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായ ഡേറ്റ, അത് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് രണ്ട് കണ്ടീഷനുണ്ട്. ഒന്ന്, അറിയാത്ത ഡേറ്റ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വേരിയബിളായി. അറിയാവുന്ന ഡേറ്റ ആണെങ്കിൽ അത് ചേഞ്ചും ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അതും വേരിയബിളായി. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. എന്താ? അറിയാവുന്ന ഡേറ്റ അത് വേരിയും ചെയ്യാൻ പാടില്ല, എങ്കിലാണ് കോൺസ്റ്റന്റ് ആവുന്നത്. അറിയാത്ത ഡേറ്റ ഓട്ടോമാറ്റിക്കലി വേരിയബിൾ ആയെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് അറിയാവുന്ന ഡേറ്റ തന്നെ ആവണം കോൺസ്റ്റന്റ് ആവണമെങ്കിൽ. അപ്പൊ അറിയാവുന്ന ഡേറ്റയും അത് വേരി ചെയ്യാനും പാടില്ല, ആ ഡേറ്റ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പാടില്ല, അത് കോൺസ്റ്റന്റ് ആയി. ഇപ്പൊ ഒരു മനുഷ്യന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കാലം ചെല്ലും തോറും അവന്റെ ഹൈറ്റ് മാറും. ഹൈറ്റ് മാറുന്നതിന് അത് വേരിയിങ്, അതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. പക്ഷെ കാലം ചെല്ലും തോറും അവന്റെ പേര് മാറണമെന്നില്ല, പേര് മാറാൻ സാധ്യതയില്ല. അപ്പൊ ഇതിനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടെന്ന് പറയും, കോൺസ്റ്റന്റ് എന്ന് പറയും. ഇനി ഇത് നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി അപ്പൊ തരുന്നത്. എന്താണ് നമുക്ക് ഇതിനകത്തൊരു ഫ്ലെക്സിബിലിറ്റി തരുന്നത്? നമ്മൾ എടുക്കുന്ന ഡേറ്റയുടെ വാല്യൂ, അതായത് നമ്മൾ എടുക്കുന്ന ആ ഒരു കോമ്പോണന്റിന്റെ വാല്യൂ അത് വേരി ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ അതിനെ വേരിയബിൾ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അലൗ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ വേരിയബിൾ ആയിട്ട് കൊടുക്കും. നമ്മൾ അതിനെ അലൗ ചെയ്യില്ലെങ്കിൽ അതിനെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. ഇനി പൈത്തണിൽ വേരിയബിൾസും കോൺസ്റ്റൻസും വേറെ വേറെ ഇല്ല. പൈത്തണിൽ വേരിയബിൾസ് മാത്രമേ ഉള്ളൂ. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് സിൻടാക്സ് പൈത്തണിനില്ല. അത് നമ്മളായിട്ട് ഉണ്ടാക്കണം, നമ്മൾ ഡെവലപ്പേഴ്സ് ആയിട്ട് ഉണ്ടാക്കണം. ഡെവലപ്പേഴ്സ് ഉണ്ടാക്കാൻ രണ്ട് രീതിയാണ് സാധാരണ ചെയ്യുന്നത്. ഒന്ന്, ഒരു കൺവെൻഷൻ വെച്ചിട്ട് ചെയ്യും. അതായത് നമ്മൾ ഡെവലപ്പേഴ്സ് എഗ്രി ചെയ്ത ഒരു സ്റ്റാൻഡേർഡ്, ആ സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ട് ഇത് കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ പറയും. എന്നിട്ട് അതുപോലെ നമ്മൾ അങ്ങ് കരുതും. കമ്പ്യൂട്ടർ കരുതില്ല, നമ്മൾ കരുതും. അല്ലെങ്കിൽ രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് അറൗണ്ട്. അത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്, പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഹാൻഡ്സ് ഓണിൽ നമ്മളത് നോക്കുന്നുണ്ട്. സോ നമുക്ക് കോഡിലോട്ട് കിടക്കാം. നമ്മൾ നേരത്തെ കണ്ട സ്റ്റോർ ഇൻവെന്ററി മാനേജ്മെന്റിന്റെ അതേ കോഡ് തന്നെയാണ് ഇത്. ഇതിനകത്ത് നമുക്ക് എവിടെയാണ് വേരിയബിൾസും കോൺസ്റ്റൻസും ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഓൾറെഡി നമ്മൾ വേരിയബിൾസ് ഇതിനകത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ ബിസ്ക്കറ്റ് പ്രൈസ്, ബിസ്ക്കറ്റ് ക്വാണ്ടിറ്റി, ഫ്രൂട്ട്സ് പ്രൈസ്, ഫ്രൂട്ട്സ് ക്വാണ്ടിറ്റി, മിൽക്ക് പ്രൈസ് എന്നൊക്കെ പറയുന്നത് വേരിയബിൾസാണ്. ഇതിന് അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടർ പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പം സപ്പോസ് ബിസ്ക്കറ്റ് പ്രൈസ് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. ബിസ്ക്കറ്റ് ക്വാണ്ടിറ്റി നമ്മൾ ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള വേരിയബിൾ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ 1 ടോട്ടൽ എമൗണ്ട് ഉണ്ട്. ഇത് വേരി ചെയ്യാൻ സാധ്യതയുള്ള, ഇത് നമുക്ക് അൺനോൺ ആയിട്ടുള്ളത്. അപ്പൊ അൺനോൺ ആയിട്ടുള്ള ഡേറ്റ ഓട്ടോമാറ്റിക്കലി വേരിയബിൾ ആയി. ഇതൊക്കെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള, നമ്മുടെ കോഡിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള വേരിയബിൾസ്. ഇനി കോഡിൽ ഓൾറെഡി ഇൻഹറന്റ് ആയിട്ടുള്ള കുറച്ച് കോൺസ്റ്റൻസ് ഉണ്ട്. ഐഡന്റിഫയർ എന്ന രീതിയിലല്ല, കോൺസ്റ്റൻസ് എന്ന രീതിയിൽ തന്നെ, അതായത് കോൺസെപ്ച്വലി കോൺസ്റ്റന്റ് ആണത്. അതാണ് നമ്മുടെ വാല്യൂസ്. ലെറ്റ്സ് സേ ഇവിടെ കാണുന്ന 10. ഈ 10 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. 10നെ നമുക്ക് 1ഉം 0ഉം വെച്ച് മാത്രമേ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. 20 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതുപോലത്തെ നമ്മുടെ ഒറിജിനൽ വാല്യൂസ് ഇൻഹെറന്റ്ലി കോൺസ്റ്റന്റ് ആണ്. ട്രൂ, ഫോൾസ്, നമ്മുടെ ബൂളിയൻ വാല്യൂസ് അത് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എഴുതിയിരിക്കുന്ന പ്രിന്റ് സ്റ്റേറ്റ്മെന്റിൽ എഴുതിയിരിക്കുന്ന കസ്റ്റമർ 1 ടോട്ടൽ എമൗണ്ട്, ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഈ ഒരു സ്ട്രിങ്, ഇത്രയുള്ള സ്ട്രിങ് കോൺസ്റ്റന്റ് ആണ്. സോ ഇതെല്ലാം നമുക്ക് കോൺസ്റ്റന്റ് ആണ്. ഇതല്ലാതെ പൈത്തൺ കോൺസ്റ്റന്റ് ഇൻഹെറന്റ്ലി സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡെവലപ്പേഴ്സ്, നമ്മളാണെങ്കിൽ ഒരു കൺവെൻഷൻ ഫോളോ ചെയ്യും. സപ്പോസ് നമുക്ക് രണ്ട് കോൺസ്റ്റൻസ് ഉണ്ട്, നമ്മുടെ ലൊക്കേഷനും പിൻകോഡും, സ്റ്റോറിന്റെ ലൊക്കേഷനും പിൻകോഡും.
സ്റ്റോറിൻ്റെ ലൊക്കേഷൻ ലെറ്റ്സ് സേ കേരള ആണ് വെക്കുന്നതെന്ന് വെച്ചു. ലൊക്കേഷൻ്റെ എല്ലാ ലെറ്റേഴ്സും നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടായിരിക്കും എഴുതുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ സ്മോൾ ലെറ്റർ ഉപയോഗിക്കാമായിരുന്നു, പക്ഷെ ഇത് കൺവെൻഷൻ വെച്ചിട്ട് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടാണ് എഴുതുന്നത്. പിൻകോഡും അതുപോലെ തന്നെ. ലെറ്റ്സ് സേ ഞാൻ 1 2 3 4 5 6 എന്ന് എഴുതിയിട്ടു. ഇങ്ങനെയാണ് നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, ഇത് പക്ഷേ ഇത് ആക്ച്വൽ കോൺസ്റ്റന്റ് അല്ല. കാരണം എനിക്കിവിടെ ഒരിടത്ത് കുറച്ച് മാറിയിട്ട് ഇവിടെ എനിക്ക് മാറ്റാം, പിൻകോഡും മാറ്റാം. ഒരു എറർ പോലും പൈത്തൺ തരില്ല. നമുക്ക് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, പൈത്തൺ ഒരിടത്ത് പോലും നമുക്ക് എറർ തരുന്നില്ല. ഇത് നമ്മുടെ കോഡ് ഇവിടം വരെ റണ്ണായി. ഓക്കെ, ഇവിടം വരെ റണ്ണായെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഒരു പ്രിന്റ് ഇട്ട് നോക്കാം. പ്രിന്റില് നമുക്ക് ലൊക്കേഷൻ തന്നെ എഴുതാം. പ്രിന്റില് നമുക്ക് പിൻകോഡ് എഴുതാം. നമ്മുടെ ആദ്യം കേരളയായിരുന്നത് അത് തമിഴ്നാടായിട്ട് മാറി. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് അല്ല, കാരണം ചേഞ്ച് ചെയ്യാൻ സമ്മതിച്ചു പൈത്തൺ. ഇനി ഇതെങ്ങനെ കോൺസ്റ്റന്റ് ആക്കും? അതിന് ഞാനൊരു വർക്ക് അറൗണ്ട് കോഡ് കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം ഇതുവരെ നമ്മൾ ആ ടോപ്പിക്സ് കവർ ചെയ്തിട്ടില്ല. ഇതാണ് ഒരു കോൺസ്റ്റന്റിന്റെ വർക്ക് അറൗണ്ട്. ഇതൊരു ക്ലാസ് വെച്ചിട്ടാണ് എടുക്കുന്നത്. ക്ലാസ് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ, നമ്മൾ ഇതെങ്ങനെ ഇത് യൂസ് ചെയ്യുന്നു, ഇതെങ്ങനെ റൺ ചെയ്യുന്നു നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് വെറുതെ ഇതൊന്ന് വായിച്ചു നോക്കാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കോഡിൽ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആൻഡ് എന്തുകൊണ്ടാണ് അതിനെ കോൺസ്റ്റന്റ് ആകുന്നത് പറയുന്നതും കാണിച്ചു തരാം. നമുക്ക് ആദ്യം വേണ്ടത് ആ എഴുതിയിരിക്കുന്ന ക്ലാസ്സിനെ നമുക്ക് ഇവിടെ കിട്ടണം. എന്നിട്ട് ഞാനൊരു കോൺസ്റ്റന്റ് ഒബിജെ ഒബ്ജക്റ്റ് ഉണ്ടാക്കും. ഇത് എന്താണെന്ന് മനസ്സിലാവില്ല ചിലവർക്ക്, കുഴപ്പമില്ല, നമ്മൾ ഇത് വീണ്ടും റീവിസിറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ നിന്ന് എനിക്ക് നമ്മുടെ സെയിം പ്രിന്റ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിച്ച കോൺസ്റ്റന്റും പിൻകോഡും ലൊക്കേഷനും പിൻകോഡും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, കോൺസ്റ്റന്റ് ഒബിജെ ഡോട്ട് പിൻകോഡ്. ഓക്കെ, അപ്പൊ ഇത് റൺ ആവും, ഇതിന് കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് 2 പ്രാവശ്യം ലൊക്കേഷനും പിൻകോഡും കാണും. നേരത്തെ തമിഴ്നാട് ചേഞ്ച് ചെയ്തത്, ഇപ്പൊ കേരള പുതിയ ഒബ്ജക്റ്റ് വെച്ച് ഉണ്ടാക്കിയത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ കോഡ് ഈ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഞാൻ ഇതിനെ തമിഴ്നാടാക്കാൻ പറ്റുമോ നോക്കാം. Six 5 4 3 2 1. ഓക്കെ, സോ നമ്മൾ പിൻകോഡ് എഴുതി, ലൊക്കേഷൻ എഴുതി, നമ്മൾ ഒരു അസൈൻമെന്റ് ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇത് ഈക്വൽ ടു അതെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ലൊക്കേഷൻ കോൺസ്റ്റന്റ് ഒബ്ജക്റ്റ് ഡോട്ട് ലൊക്കേഷൻ ഈക്വൽ ടു തമിഴ്നാട് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. സേവ് ചെയ്തിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു എററാണ് വന്നിരിക്കുന്നത്. ലൈൻ നമ്പർ 47 ഒരു എറർ വന്നു. ലൈൻ നമ്പർ 47, ഇതാണ് ലൈൻ നമ്പർ 47. ഓക്കെ, ഇതിനകത്ത് പറയുന്നത് എന്താ? കാൺ സെറ്റ് ആട്രിബ്യൂട്ട്. ഇതിനകത്ത് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഈ ലൊക്കേഷൻ ആണ്. ഈ ലൊക്കേഷനിൽ ഒരു വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ആ എറർ പറയുന്നത്. അതായത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇതാണ് കോൺസ്റ്റന്റ്. ഇപ്പോൾ വേരിയബിൾസും കോൺസ്റ്റൻസും എന്താണെന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഐഡന്റിഫയർ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ടെർമിനോളജിയും കൂടി പഠിക്കാനുണ്ട്. അതാണ് കീവേഡ്സ്. അത് ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. അതുവരെ ബൈ.